Hello, good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ടോക്സിക് அந்த கேரக்டர் இன்ட்ரோ வீடியோ வந்ததுக்கு அப்புறம் இப்போ ஒபிஷியல் டீசர் வந்துடுச்சு. பார்க்கலாமாடா கண்ணு? பார்க்கலாமா? ചെറുതല്ല, പെരുസ്. കുതന്ത്രങ്ങളുടെ രൂപം മാറി. എല്ലാവരെയും ശത്രുക്കളാക്കി ജീവിക്കാനാവില്ല. പിടിവാശി മതിയാക്ക്. Give up, Raya. It's over. It's over. When I say it's over. When I say it's over. Ooh. Until then. Lucky Star. Yes. Manners. Fucking manners. Fucking manners. Toxic. I'm home. Daddy. യക്ഷനല്ലേ? യക്ഷനെ ക്ലീൻ ഷേവ്. ഓക്കെ, അങ്ങനെ ടീസർ ടോക്സിക്. இந்த டீசர் எப்படி இருக்குன்னு கேட்டா பிடிச்சாச்சு. எனக்கு பிடிச்சாச்சு. ஆனா இது பார்க்கும்போது இந்த மாதிரி ஃபீலிங்ஸ் கிடைச்சிட்டு அது கேட்டா அந்த அளவுக்கு கிடைக்கல. ஆனா பிடிச்சாச்சு. நல்லா இருக்கு, ഡീസന്റ് இருக்கு. അതായത് ഇത് അങ്ങനെ വരാൻ വേണ്ടി പോകുന്നൊരു പടമാണല്ലോ. മൊത്തത്തിൽ ഓവർ ദ ടോപ്പ് അല്ലെങ്കിൽ ഭയങ്കര ബ്രഹ്മാണ്ട പടം എന്നുള്ള രീതിയിലൊക്കെ വരാൻ വേണ്ടി പോണാണല്ലോ. സോ അത്രത്തോളം കാര്യമായിട്ടൊക്കെ വലിയ രീതിയിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്നാണ് കണ്ടപ്പോ എനിക്ക് ആക്ച്വലി തോന്നിയത്. ആൻഡ് യഷിന്റെ പരിപാടികളൊക്കെ ആക്ച്വലി ടീസറിന്റെ അകത്ത് കണ്ടോത്തോളം നല്ല സ്റ്റൈലൊക്കെ ആക്ച്വലി ഉണ്ട്. പിന്നെ ഇതെന്താണെന്നറിയോ, കൂടുതൽ പ്രതീക്ഷയെ കുറിച്ച് സംസാരിക്കണ്ട, അതാണ് ആക്ച്വലി നല്ലത്. കാരണം ഇത് ഒന്നാമത് ഇത് ഭയങ്കരമായിട്ടൊക്കെ വരാൻ വേണ്ടി പോണ സിനിമയാണ്. വലിയൊരു പടം. ഇതിന്റെ അത് കാര്യമായിട്ട് എന്തൊക്കെയോ ഭയങ്കരമായിട്ട് പ്രൊഡക്ഷനിലൊക്കെ പൈസ ഇറക്കി പണിയ പരിപാടിയാണെന്നൊക്കെ തോന്നുന്നുണ്ട്. ഇതിന്റെ റിസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നന്നായി വന്നു കഴിഞ്ഞാൽ കിട്ടിലും തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. വേറെ ലെവല് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ KGF-ഉം KGF2 ഒക്കെ തന്ന പോലെയുള്ള കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് ഗംഭീരായി കഴിഞ്ഞാൽ കിട്ടാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഇഫ് പാളിക്കഴിഞ്ഞുണ്ടല്ലോ, അതാണ് ഇത്തരത്തിലുള്ള പടങ്ങളുടെ പ്രശ്നം. അതാ ഈ മലങ്കൾട്ട് ലെവലായി പോകും. ഒന്നാമത് ഈ ബ്രഹ്മാണ്ഡമായിട്ടൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് സംഗതി പോക്കാണെന്നുണ്ടെങ്കിൽ മലങ്കൾട്ട് ലെവലാവും. മലങ്കൾട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം പ്രോമാക്സ് ലെവലാവും ഈ പാളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. അത് ഇത്തരത്തിൽ ബ്രഹ്മാണ്ഡമായിട്ട് വരുന്ന പടങ്ങളുടെ റിസ്ക് ആണ്. നന്നായി വന്നാൽ എല്ലാം ഓക്കെ, പക്ഷെ മോശമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ശോകമായിരിക്കും. അതാണ് ഇതിന്റെ ഒരു സംഭവം. രണ്ടും എക്സ്ട്രീമാണ്. ഗംഭീരായാലും എക്സ്ട്രീം, മോശമായി കഴിഞ്ഞാലും എക്സ്ട്രീം. അതാണ് ഇതിന്റെ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. എന്തായാലും നന്നാവട്ടെ. പടം ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ വേറെ നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ല. ദെൻ ടീസർ ഈസ് ഓക്കെ ഫോർ മീ. അതായത് ഭയങ്കരം ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു ടീസർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെയാണ്, പിടിച്ചാച്ച് എന്നുള്ളൊരു സംഗതിയാണ്. പിന്നെ വയലൻസ്
ഗീതു മോഹൻദാസ്. ആക്ച്വലി ഇപ്പൊ അവരെ പല ആൾക്കാരും കളിയാക്കുകയും ക്രിട്ടിസൈസ് ഒക്കെ ഒരു സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ട്. അന്ന് സെയ്റ്റ് എന്നൊക്കെ പറഞ്ഞു അത് മൈൻഡിൽ വെച്ചിട്ട് പടം കാണാനൊന്നും പറ്റത്തൊന്നുമില്ല. ആസ് എ ഡയറക്ടർ, ആസ് എ റൈറ്റർ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് ഓൾ ദ ബെസ്റ്റ്, നന്നാവട്ടെ. വയലൻസ് ഒക്കെ അടിച്ചു കയറ്റൂ ഗീതു, അടിച്ചു കയറ്റൂ. വയലൻസിന് വയലൻസ് വേണം. ഇപ്പൊ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന പടമാണെങ്കിൽ അത് കൊടുക്കൂ. അത് കാണാനും കൂടെ ആൾക്കാരുണ്ട്. ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തരൂ. അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഫസ്റ്റത്തെ ഗ്ലിംസ് വീഡിയോ വന്ന സമയത്ത് ഭയങ്കര വർത്തമാനായിരുന്നു ആൾക്കാർ അതിനെ കുറിച്ചിട്ടൊക്കെ. എനിക്ക് പേഴ്സണലി വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കാരണം എന്താണ് ഇപ്പോ ഹോളിവുഡ് മൂവീസിലൊക്കെ ആണെങ്കിലും ഒക്കെ അത്തരത്തിലുള്ള സീൻസും പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോ ഇവിടെ നമ്മുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം വരുമ്പോ ഒന്ന് അത്ഭുതപ്പെടാൻ, അല്ലെങ്കിൽ അത് കണ്ടിട്ട് അല്ലെ കാറത്തെ സീന് കണ്ടിട്ട് എന്ന് പറയാനൊന്നും ഇല്ല, ഒന്നുമില്ല. എനിക്കത് നോർമൽ ആയിട്ടുള്ള ഒരു സീനായിരുന്നു. പിന്നെ അത് അതായത് നമ്മുടെ ഇവിടുന്ന് നമ്മുടെ സൈഡിൽ ഇപ്പൊ ഗീതു മോഹൻദാസ് ഒക്കെ ഡയറക്ട് ചെയ്യുന്ന ഒരു പടത്തിൽ അവര് അത്തരത്തിലുള്ള സീന് കാണിക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചു എന്ന് പറയുന്ന കാര്യത്തിൽ എനിക്ക് അതാണ് ഒരു അത്ഭുതം ആക്ച്വലി തോന്നുന്നത്. അതായത് ഇത് ആൾക്കാർ കാണട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിറ്റിസിസം വരാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ ആ സീനില്ല എന്നുള്ളൊരു അവരുടെ ആ ഒരു ധൈര്യത്തെയാണ് ഞാൻ ആക്ച്വലി ആ ഗ്ലിംസ് വീഡിയോ അല്ലെങ്കിൽ ഇൻട്രോ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കത് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. അതാ ഞാൻ പറഞ്ഞ എല്ലാം നന്നായി വരികയാണെങ്കിൽ നന്നായി വരട്ടെ. അതായത് നമുക്ക് എന്ത് വന്നു കഴിഞ്ഞാലും എൻഗേജിങ് ആയിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി വേണ്ടത്. വളരെ എൻഗേജിങ് ആയിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഒന്നാമത് ബ്രഹ്മാണ്ഡമായിട്ടൊക്കെ വരുന്ന സിനിമ, അല്ലെങ്കിൽ KGF നും KGF 2 ഒക്കെ ശേഷം യഷിന്റെ വരാൻ വേണ്ടി പോകുന്ന സിനിമയൊക്കെയാണ്. സോ നമുക്ക് ആ രണ്ട് പടങ്ങളും തിയേറ്ററിൽ കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. അത് ഒരു വമ്പൻ എക്സ്പീരിയൻസ് തന്നെ. അപ്പൊ அந்த அளவுக்கு இந்த படம் வந்தால் அந்த ക്രെഡിറ്റ് ഓൾസോ ഗോസ് ടു ഗീതു മോഹൻദാസ് ആൻഡ് യഷിന്റെ പരിപാടികൾ കാണാം. ഇതിന്റെ അത് ഷേവ് ചെയ്തിട്ടൊക്കെ മൂപ്പര് വരുന്നുണ്ട്. എന്തായാലും വരട്ടെ. അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഒരു ഡീസന്റ് ടീസർ, അല്ലെങ്കിൽ എനിക്ക് കണ്ടിട്ട് ഓക്കെ ആയിട്ടുള്ള ഒരു ടീസർ എന്നേ തോന്നിയിട്ടുള്ളൂ. ബ്രഹ്മാണ്ഡമായിട്ട് എന്ന് തോന്നിയെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു കൊള്ളാവുന്ന ഒരു ടീസർ. ബാക്കി പടം വരട്ടെ. എന്തായാലും ഗംഭീരാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഗംഭീരാവണം എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ എല്ലാ പടങ്ങളും കൂടി ഒരുമിച്ചാണ് വരുന്നത്. ആട് 2, ഇപ്പൊ ടോക്സിക്, ദുരന്തർ 2. ഇതില് ഏത് പടം ആദ്യം കാണുന്ന ചോദിക്കുകയാണെങ്കിൽ മേ ബി ഞാൻ ആടായിരിക്കും ഫസ്റ്റ് കാണുന്നത്, മലയാളം ആയതുകൊണ്ട്. പക്ഷേ എനിക്ക് ദുരന്തർ 2 കാണാനുള്ള ആക്രാന്തവും കുറച്ച് ജാസ്തിയാണ്. ആ കാര്യം ദുരന്തർ 1 കിട്ടിയ ഒരു എക്സ്പീരിയൻസ് വേറെ ലെവലാ. അപ്പൊ ദുരന്തർ ഈസ് ഡിഫറെന്റ് എല്ലാ രീതിയിലും ആക്ഷൻ കൊണ്ടാണെങ്കിലും മേക്കിംഗ് കൊണ്ടാണെങ്കിലും സോങ്സ് കൊണ്ടാണെങ്കിലും അതൊരു ഓവറോൾ പാക്കേജ് ആണ്. അത് 1-നെക്കാട്ടിലും ഡ്യൂറേഷൻ കുറവാണ് 2-ന് എന്നാണ് കേൾക്കണത്. എനിക്കത് സങ്കടം തോന്നിയത്. കാരണം 3-4 മണിക്കൂർ ഇട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ കാണാൻ റെഡിയാണ്. കാരണം 1 എന്ന 3.5 മണിക്കൂർ എനിക്ക് മതിയായിരിക്കുക. കുറച്ചുകൂടി ഇട്ട് തന്നാൽ കാണാന്നുള്ള മൂഡിലാണ് എനിക്ക് ആക്ച്വലി ഇരുന്നത്. കാരണം അമ്മാതിരി തിയേറ്റർ എക്സ്പീരിയൻസ്, അത്രയും എൻഗേജിങ് ആയിട്ടുള്ള ഒരു പടമായിരുന്നു ദുരന്തർ. സോ ഇവിടെ ദുരന്തർ 2-ന് വേണ്ടിയിട്ടാണ് ഏറ്റവും ആകാംക്ഷയോടുകൂടി ഞാൻ കാത്തിരിക്കുന്നത്. പക്ഷെ മേ ബി ഞാൻ കാണുന്നത് ഫസ്റ്റ് ആട് 2 ആയിരിക്കും. പറയാൻ പറ്റില്ല. ആ സമയത്ത് ആക്രാന്തം ജാസ്തിയായിട്ട് വരികയാണെങ്കിൽ ദുരന്തർ 2-ന് തന്നെ ഞാൻ ചിലപ്പോൾ പോവും. ടോക്സിക് ഞാൻ ആക്ച്വലി കാണാൻ ആഗ്രഹമുള്ള പടം തന്നെയാണ്. ഞാൻ അതിനെ സൈഡാക്കി വെക്കുകയൊന്നുമല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു കാണാനുള്ള ടെംപ്ടേഷൻ ഉള്ളത് ദുരന്തർ 2 തന്നെയാണെന്നാണ് എന്റെ ഒരു കേട്ടാ. എന്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് ദുരന്തർ 2-ന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാനാണ് എന്റെ ഒരു താല്പര്യം. അതായത് എനിക്ക്, നിങ്ങളുടെ കാര്യമല്ല, എനിക്ക് അങ്ങനെയാണ് ആക്ച്വലി തോന്നുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി ആൻഡ് നന്നാവട്ടെ. ഓൾ ദ ബെസ്റ്റ്.